ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നിന്നോ SD കാർഡിൽ നിന്നോ USB സ്റ്റോറേജിൽ നിന്നോ ഏതൊരു മെമ്മറി സ്റ്റോറേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകൾ എന്തുകൊണ്ടാണ് ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം എങ്ങനെ നമുക്ക് നശിപ്പിക്കാമെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഒരു മൊബൈലിനകത്തുള്ള നമ്മുടെ ഫയലുകൾ തിരിച്ചറിയുന്നത് ആ സ്റ്റോറേജിലെ, അതായത് മെമ്മറി, നമ്മുടെ ഫോൺ സ്റ്റോറേജ് ആയിരുന്നാലും ശരി, SD കാർഡ് ആയിരുന്നാലും ശരി, ആ സ്റ്റോറേജിലെ മാസ്റ്റർ ഫയൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ്. ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നതാകട്ടെ ഏതൊരു ഫയലുകളും തിരിച്ചറിയാനുള്ള ഒരു ഇൻഡെക്സ് കോഡ് ഉപയോഗിച്ചാണ്. അതായത് SD കാർഡ് ആയിരുന്നാലും ശരി, ഫോൺ സ്റ്റോറേജ് ആയിരുന്നാലും ശരി, അതിൻ്റെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തുകളാണ് ഫയലുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവയെ കാണിച്ചു തരുന്നതും ഇത്തരം ഫയലുകളുടെ ഇൻഡെക്സ് കോഡുകൾ ഉപയോഗിച്ചാണ് എന്നർത്ഥം. നമ്മൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോണോ SD കാർഡോ തുടങ്ങിയവ ഫോർമാറ്റ് ചെയ്യുമ്പോഴോ അതിൻ്റെ ഡേറ്റ പൂർണ്ണമായും സ്റ്റോറേജിൽ നിന്ന് നശിക്കുകയില്ല. ഡിലീറ്റ് ചെയ്ത ഫയലിൻ്റെ ഇൻഡെക്സ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരുന്നാലും ശരി, PC ആയിരുന്നാലും ശരി, കമ്പ്യൂട്ടർ ആയിരുന്നാലും ശരി, മൊബൈൽ ആയിരുന്നാലും ശരി, അങ്ങനെ ഒരു ഫയൽ നമ്മുടെ സ്റ്റോറേജിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ആ ഫയലുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന്. എന്നാൽ ആ ഫയലിൻ്റെ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാകും. ആ ഫയൽ തിരിച്ചറിയുവാനുള്ള മാസ്റ്റർ ഫയൽ ടേബിളിൻ്റെ ഇൻഡെക്സ് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇൻഡെക്സ് നഷ്ടപ്പെട്ട ആ ഫയലിന്റെ സ്ഥാനത്ത് പുതിയ ഫയലുകൾ ചേർക്കാൻ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡേറ്റ അതിനു മുകളിൽ സേവ് ചെയ്യാൻ സാധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഒരു റിക്കവറി സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത് എന്നാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിമൂവ് ചെയ്ത മാസ്റ്റർ ഫയൽ ടേബിളിന്റെ റെഫറൻസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ വീണ്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം അതിന്റെ ഇൻഡെക്സ് കോഡുകൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഫോണിൽ നിന്നോ USB സ്റ്റോറേജിൽ നിന്നോ SD കാർഡിൽ നിന്നോ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ നമുക്ക് ഇത്തരം സോഫ്റ്റ്വെയർ തിരിച്ചെടുത്ത് തരുന്നത്. ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോലും നമ്മുടെ ഫയലുകൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ പഴയ ഫോണുകൾ മറ്റുള്ളവർ വിൽക്കുന്ന സമയത്തോ, SD കാർഡ് ആയിരുന്നാലും ശരി, USB സ്റ്റോറേജ് എന്നാലും ശരി, നിങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പഴയ ഫയലുകൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനായിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിന് മുന്നാടി പറഞ്ഞിട്ടുണ്ട്, ഇൻഡെക്സ് നഷ്ടപ്പെട്ട ഒരു ഫയലിൻ്റെ സ്ഥാനത്ത് പുതിയ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാൻ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ഫയലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്താലും ആ ഫയലിൻ്റെ സ്ഥാനത്ത് പുതിയൊരു ഫയലുകൾ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു ടെക്നോളജി, ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഫയലുകൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഏതാണ്, ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു ഫോണാണ് കൊടുക്കുന്നത് എങ്കിൽ ആ ഫോണിലുള്ള പൂർണ്ണമായും ഡേറ്റാസുകൾ നമ്മൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്തതിനു ശേഷം പുതിയ ഫയലുകൾ, ഏതെങ്കിലും വേണ്ടാത്ത സിനിമകളോ വീഡിയോസോ ആഡിയോസോ ഇമേജസുകളോ, നമുക്ക് വേണ്ടാത്ത കുറേ ഫയലുകൾ അതിലേക്ക് കുത്തി നിറയ്ക്കുക. ഒരു 4GB ഇന്റർണൽ മെമ്മറി ഉള്ള ഫോണാണെങ്കിൽ 4GBയും നിങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് വേണ്ടാത്ത ഡേറ്റാസുകൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ഫയലുകളുടെ ഇൻഡെക്സ് ഫയൽ ഉൾപ്പെടെ എല്ലാ ഫയലുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വാങ്ങുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പഴയ ഫയലുകൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത പഴയ വീഡിയോസുകളും ഇമേജസുകളും മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസുകൾ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.